ഹരിയോ സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല ധർമ്മശാസ്താവിന്റെ അയ്യപ്പസ്വാമിയുടെ പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. അയ്യപ്പസ്വാമിയുടെ ശക്തിയും മഹത്വവും തേജസ്സും ഇന്ന് നാം ഓരോരുത്തരും പ്രത്യക്ഷമായി കാണുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൂടെ. അയ്യപ്പസ്വാമിയുടെ മഹത്വവും ശക്തിയും ലോകത്തെമ്പാടും എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നിയുക്തരാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം, പ്രചരിപ്പിക്കണം. വേണ്ട രീതിയിൽ നമുക്കത് പൂർണ്ണതയോടെ അത് വൻ വിജയമാക്കി തീർക്കണം. ശബരിമല നിയുക്ത മേൽശാന്തി വാരിക്കാട്ടുമഠം ശ്രീ ജയരാജ് പോറ്റിജിയുടെ ഒരു ആഗ്രഹവും അപേക്ഷയും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വരുന്ന ദീപാവലി ദിവസം, അതായത് നവംബർ 14-ാം തീയതിയാണ് അദ്ദേഹം ശബരിമലയിൽ കെട്ടുനിറച്ച് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ മഹോത്സവമാണ് ദീപാവലി. ഇരുട്ടിനെ അകറ്റി, അന്ധകാരത്തെ അകറ്റി വെളിച്ചത്തിലേക്കുള്ള ലോകത്തിന്റെ പ്രയാണം, ജീവിത പ്രയാണം. രാവണനെ വധിച്ച് ശ്രീരാമസ്വാമി തിരിച്ച് അയോധ്യയിൽ വന്ന് ചക്രവർത്തിയെ അവരോധിക്കുന്ന ദിവസം ജനങ്ങളെല്ലാം വെളിച്ചം കത്തിച്ചുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു. ഇന്ന് നമ്മുടെയൊക്കെ മുന്നിൽ വലിയ ശക്തനായിട്ടുള്ള ശത്രുവായി നിൽക്കുന്നത് ഒരു വശത്ത് ഒരു മഹാമാരി, കോവിഡ് എന്ന മഹാമാരി മരണത്തിലേക്കും ജീവിത ദുഃഖങ്ങളിലേക്കും നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധിയെ നമുക്ക് നേരിടണം. അതോടൊപ്പം തന്നെ പലർക്കും സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ പോരാത്തതിന് മനുഷ്യന്റെ തലവെട്ടുന്ന മതത്തിന്റെ അസഹിഷ്ണുതകൾ, വേറൊരു വശത്ത് പാവപ്പെട്ടവനെ പോലും കാണാൻ കണ്ണില്ലാതെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് റിസർവേഷൻ കണക്ക് പറയുന്നവര്. ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനും അദൃശ്യനും ഈശ്വരനായതിൽ അത്ഭുതമൊന്നുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള നമ്മുടെ മുന്നിലുള്ള രാവണാദികളെ മറികടക്കേണ്ടതുണ്ട്. അതിന് നമുക്കൊരു എല്ലാവരും, ശ്രീ ജയരാജ്ജി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും പ്രാവർത്തികമാക്കണം. ഒന്നാമത്തെ കാര്യം, ഈ വരുന്ന ദീപാവലി ദിവസം നവംബർ 14 രാവിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മഹാമൃത്യുഞ്ജയ ഹോമം നടത്തണം. ദേവസ്വം ബോർഡുകളോടും ക്ഷേത്ര സംരക്ഷണ സമിതിയോടും NSS, SNDP തുടങ്ങിയിട്ടുള്ള യൂണിയൻ പ്രവർത്തകരോടും എനിക്ക് വിനീതമായ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം, പറ്റുകയാണെങ്കിൽ ഔഷധക്കൂട്ടുള്ള മരുന്നുകളൊക്കെ ആ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാം. ഇതിനെല്ലാം ശക്തിയുണ്ടെന്ന് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു കാലത്ത് പുച്ഛിച്ചും പരിഹസിച്ചും ഉള്ള ആളുകൾ സ്വന്തം വീടുകളിൽ പോലും നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു, വിളക്ക് കൊളുത്തിയിട്ടൊക്കെ. അപ്പൊ ഇതിനൊക്കെ പഠിക്കേണ്ടതാണ്. നമ്മുടെ ഭാരതത്തിന്റെ തനതായ സംസ്കൃതി, പാരമ്പര്യം, അതിന് വലിയ പ്രസക്തിയുണ്ട്. അത് വെറും അന്ധവിശ്വാസങ്ങളല്ല. ഈ പ്രപഞ്ചം ശക്തിയാണ്, ഊർജമാണ്. നാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി കൊണ്ട് ഈ പ്രകൃതിക്ക് ക്ഷയമേൽപ്പിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ, നെഗറ്റീവ് ശക്തികളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പൊ അതിനാണ് നമ്മൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന, മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമം. നമുക്ക് ലോകത്തിന് കൊടുക്കാനൊരു സന്ദേശമുണ്ട്. ലോകം ഒന്ന്, ഒരു ലോകം, ഒരു മനുഷ്യൻ, ഒരേ ഒരു മനസ്സുകൊണ്ട് നമ്മളെല്ലാം മൃത്യുവിലേക്ക് തള്ളിവിടുന്ന മഹാമാരിയെ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് തോൽപ്പിക്കണം. അപ്പോൾ ഒരു വശത്ത് ക്ഷേത്രങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം നടക്കട്ടെ, മറുവശത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലിരുന്ന്, നമുക്കറിയാം കോവിഡ് കാരണം നമുക്ക് പലർക്കും ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റില്ല, എങ്കിലും രാവിലെ കുളിച്ച് എല്ലാവരും വിളക്ക് കൊളുത്തിക്കൊണ്ട് എല്ലാ വീടുകളും, കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും 108 പ്രാവശ്യം മഹാമൃത്യുഞ്ജയ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം, വീടുകളിൽ ഹോമം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് ഹോമം ചെയ്യാം, അല്ലെങ്കിൽ 108 തവണ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം. ഈ ലോകത്തിന് നമ്മളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ഈ ലോകം ഒന്നാണ്, നാം ഒന്നാണ്, ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടത്. ഒരേ മനസ്സോടുകൂട്ടിയിട്ട് എല്ലാവരും മുന്നേറണം.
അവിടെ അസഹിഷ്ണുതയ്ക്കോ ജാതി മത തരത്തിലുള്ള ജാതീയതയ്ക്കോ മതപരമായ അസഹിഷ്ണുതയ്ക്കോ അല്ല സ്ഥാനം. അവിടെ ദാരിദ്ര്യമുള്ളവന്റെ ദാരിദ്ര്യം കാണുക. അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിൽ നമ്മളെ മതപരമായി അപഹസിച്ചാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. തലവെട്ടുന്ന തരത്തിലുള്ള നീച പ്രവർത്തികളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ കോവിഡിനെ ഒറ്റക്കെട്ടായിട്ട്, പല പ്രശ്നങ്ങളും പലർക്കുമുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടുക. ഇതല്ലേ അതിനൊക്കെ ഒരു പരിഹാരം? അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭാരതമാണ്. കാരണം ഭാരതത്തിന്റെ സംസ്കാരത്തിനെ സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, ഈ സർവേഷാം എല്ലാവർക്കും മംഗളമുണ്ടാവട്ടെ, എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ലോക സമസ്ത സുഖിനോ ഭവൻ, സമസ്ത ലോകത്തിനും സുഖമുണ്ടാവട്ടെ, എല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിക്കാൻ നമുക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ വരുന്ന നവംബർ 14 ദീപാവലി ദിവസം നമുക്ക് നിയുക്ത ശബരിമല മേൽശാന്തി ശ്രീ ജയരാജിയോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടില്, അദ്ദേഹത്തിന്റെ കുലക്ഷേത്രത്തില് അദ്ദേഹം മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ എല്ലാം ശാന്തിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ഈ കാര്യം ശബരിമല തന്ത്രി ശ്രീ രാജീവ് കണ്ഠരോട് സംസാരിക്കേണ്ടായി. അദ്ദേഹം രാജീവ്ജിയും അത് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒട്ടനവധി ആചാര്യന്മാരെ ഈ ഒരു ആശയത്തെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ശബരിമല മേൽശാന്തിയായിട്ട് അവരോധിക്കപ്പെട്ട ശ്രീ ജയരാജി നമ്മുടെയൊക്കെ അയ്യപ്പന്റെ ആചാര്യനായിട്ട് അവിടെ എത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ശ്രേയസ്സിന് വേണ്ടിയിട്ട്, നമുക്കെല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ട് ഒരു മഹത്കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗഭാക്കായി തീരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് നവംബർ 14 രാവിലെ മൃത്യുഞ്ജയ ഹോമം ക്ഷേത്രങ്ങളിലും ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത് എന്ന മന്ത്രം നമ്മുടെ ചുണ്ടുകളിലും ജപിച്ചുകൊണ്ട് വീട്ടിലെല്ലാവരും ഒന്നിച്ചു ചൊല്ലുമ്പോൾ അതിനൊരു വലിയ ശക്തിയാണ്. 108 പ്രാവശ്യം എല്ലാവരും ഒന്ന് ഒരുമിച്ച് അങ്ങനെ ചൊല്ലുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഞങ്ങളെ എപ്രകാരമാണോ ഒരു ഊർവാരുകം എന്ന് പറഞ്ഞാൽ കുക്കുമ്പോ വെള്ളരിക്ക, നല്ല മൂത്ത വെള്ളരിക്ക, അത് അതിന്റെ കണ്ണിയിൽ നിന്ന് മൂത്തു കഴിഞ്ഞാൽ സ്വയം വിട്ടുപോകുന്നത്, ഇതുപോലെ ഈ മഹാമൃത്യുവിനെ വിതയ്ക്കുന്ന, ജീവിതത്തെ മുഴുവൻ തളർത്തുന്ന ഞങ്ങളുടെ മാനസിക വ്യഥകളിൽ നിന്നും പ്രകൃതിയിലുണ്ടാക്കുന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ അമൃതത്വത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ഉയർത്തിയാലും, മൃത്യുവിൽ നിന്ന് വേർപ്പെടുത്തി ഞങ്ങളെ അമൃതത്വത്തിലേക്ക് നയിച്ചാലും ജീവിതം ഞങ്ങളുടെ എല്ലാം സുഗന്ധപൂരിതമാവണേ എന്ന് നമ്മൾ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫ്ലയർ ഉണ്ടാക്കണം. എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യണം. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന നവംബർ 14 രാവിലെ ഈ ദീപാവലി ദിവസം നമുക്ക് ഒരു 7 മണിക്കോ മുമ്പായിട്ട് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാം. കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. ഇനി മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറ്റുന്നവര് ക്ഷേത്രങ്ങളിൽ എന്തായാലും അത് ചെയ്തിരിക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ അയ്യപ്പസ്വാമിയുടെ മഹത്വവും ചരിതവും ശക്തിയും ഇനിയും ലോകത്തെമ്പാടും എത്തിക്കൊണ്ട് ഒരു ലോകം, ഒരു മനുഷ്യൻ, ഒരു മനസ്സ്, ഒരു ആത്മാവ്, ഈ ഒരു സത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഭാരത ഋഷിവര്യന്മാരുടെ ഈ സംസ്കൃതി നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. നമുക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാം. നമുക്ക് മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് വരാം. ഓം ശാന്തി ശാന്തി ശാന്തി.